ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമല ഇപ്പോൾ അർച്ചനയെ ഫോൺ ചെയ്യുകയാണ്. ആതിരയുടെ അച്ഛൻ്റെ ചരമവാർഷികമാണ്, അതിന് എത്തണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അർച്ചനയെ വിളിച്ചിരിക്കുന്നത്. പുറത്തു നിന്നും അങ്ങനെ ആരെയും വിളിക്കുന്നില്ല, മോളെ മാത്രമേ ഉള്ളൂ വിളിക്കുന്നുള്ളൂ. പിന്നെ മോളിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെപ്പോലെ തന്നെയാണല്ലോ. അച്ഛൻ്റെ ആണ്ടിന് മോളെ ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത്, മോള് വരില്ലേ എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അച്ഛൻ്റെ ആണ്ടിന് ഞാൻ തീർച്ചയായും വരും, അതെൻ്റെ കടമയല്ലേ എന്ന് അർച്ചനയും പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ ഫോൺ വയ്ക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ ചരമവാർഷികത്തിന് ഞാൻ തീർച്ചയായും പോകും, അത് ഞാനെന്ന മകളുടെ കടമയാണ് എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയുടെ വീട്ടുമുറ്റത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് അവന്തികയും മൂർത്തിയും പുറത്തേക്ക് ഇറങ്ങുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഒരു കാറും വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നും അർച്ചനയാണ് ഇറങ്ങുന്നത്. അർച്ചനയെ കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അവന്തിക. എല്ലാം നേടിയെടുത്തു എന്നുള്ളൊരു അധികാര ഭാവത്തോടെയാണ് ഇപ്പോൾ അർച്ചന അവിടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അർച്ചന ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉടനെ അവന്തിക ചോദിക്കുന്നുണ്ട്, എന്താടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരെയും കൊണ്ട് വന്നതാണോ? സാർ അതങ്ങ് കൊടുത്തേക്ക് എന്ന് അർച്ചന പോലീസുകാരോട് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരുടെ ഒരു പേപ്പർ എടുത്ത് അവന്തികയുടെ കൊടുക്കുന്നു. അവന്തിക അത് വായിച്ചു നോക്കുന്നുണ്ട്. ഇത് കണ്ട് അവന്തിക ഞെട്ടുന്നു. ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ, നിന്നെ ഒഴിപ്പിക്കാൻ വന്നതാണ് ഞാൻ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പിടിച്ചിറക്കി വിടാൻ എന്ന് അർച്ചന അവന്തികയോട് പറയുന്നു. മേഡം, ഇത് കോടതി ഉത്തരവാണ്, മേഡം സഹായിക്കണം എന്ന് പോലീസ് പറയുന്നുണ്ട് അവന്തികയോട്. ഈ നിമിഷം തന്നെ നിൻ്റേതായ എല്ലാം തന്നെ എടുത്തുകൊണ്ട് കെട്ടിപ്പെറുക്കി ഇവിടെ നിന്നും ഇറങ്ങിക്കോണം, ഇനി ഇതൊന്നും നിൻ്റേതല്ല, ഈ മുറ്റത്ത് നിൽക്കുന്ന ഒരു പുൽക്കൊടിയിൽ പോലും തൊടാൻ നിനക്ക് അവകാശമില്ല എന്നൊക്കെ അർച്ചന പറയുന്നു. ഇത് കേട്ട അവന്തിക പറയുന്നുണ്ട്, ഇതിന് മുകളിലും വേറെയും കോടതികളുണ്ടല്ലോ, ഞാൻ അപ്പീൽ കൊടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം അല്ലേ സാറേ എന്ന് പോലീസുകാരോടും അർച്ചന ചോദിക്കുന്നു. ഉടനെ പോലീസുകാരൻ പറയുന്നുണ്ട്, അതെ, ഈ നിമിഷം തന്നെ നിങ്ങൾ ഇവർക്ക് വീടൊഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഈ വീട് മാത്രമല്ല, നെല്ലിശ്ശേരി സേതുമാധവനെ ചതിച്ച് നീ നേടിയതെല്ലാം എൻ്റെ കാൽ ചുവട്ടിൽ വെച്ചിട്ട് വേണം ഇറങ്ങിപ്പോകാൻ എന്ന് അർച്ചന അവന്തികയോട് പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, നീ ഈ അവന്തികയോട് പ്രതികാരം തീർക്കാൻ വന്നതാണോ? ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇത് കാലത്തിൻ്റെ നീതിയാണ് അർച്ചന, നിനക്ക് തരുന്ന തിരിച്ചടി. നീ എന്താ കരുതിയത്, ഇത്രയും കാലം അർച്ചന വെറുതെ ഇരിക്കുകയായിരുന്നെന്നോ? നെല്ലിശ്ശേരി വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ നിന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തിരിച്ചു വരുമെന്ന് എന്ന് അർച്ചന പറയുമ്പോൾ അർച്ചന അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോൾ അവന്തിക. തൽക്കാലം ഈ താക്കോല് നിനക്ക് സൂക്ഷിക്കാൻ തരുന്നു എന്ന് മാത്രം, എനിക്കും ഒരവസരം വരും എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർച്ചന. എന്നിട്ട് വീണ്ടും അർച്ചന പറയുകയാണ്, ഇന്ന് അർച്ചന ദീപാവലി ആഘോഷിക്കുന്ന ദിവസമാണ്, തിന്മയുടെ മേൽ നന്മ ജയിച്ച ദിവസം. നിൻ്റെ എല്ലാ അഹങ്കാരവും ഇവിടെ വെച്ച് ഞാൻ തീർക്കാൻ പോവുകയാണ്. ഇന്ന് നിൻ്റെ പടിയിറക്കമാണ്. ഇതുവരെ നീ വെച്ച് അനുഭവിച്ചതെല്ലാം തന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നും നീ നിനക്കിവിടെ നിന്നും വെറും കൈയോടെ ഇറങ്ങിപ്പോകാം. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അർച്ചനയുടെ പടിയേറ്റമാണ്, അതിൻ്റെ തുടക്കം ഇങ്ങനെയാണെന്നും അർച്ചന ഇപ്പോൾ അവന്തികയോട് പറയുന്നു. പാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ അർച്ചന ഇപ്പോൾ അവന്തികയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴി അവന്തികയുടെ കയ്യിൽ നിന്നും ആ പേപ്പേഴ്സ് താഴെ പോകുന്നുണ്ട്. പോയിക്കോ, ഇനി നിൻ്റെ ജീവിതം തെരുവിലാണ്, നീ നിൻ്റെതെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് കൊണ്ടു നടന്നതെല്ലാം ഞങ്ങളുടേതായി കഴിഞ്ഞു, എല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു, ഇനി നിൻ്റെ സ്ഥാനം തെരുവിലാണ് എന്ന് അർച്ചന പറയുമ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തരും, മൂർത്തി വന്നേ എന്ന് പറഞ്ഞ് അവന്തിക മൂർത്തിയെ വിളിച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെയും അർച്ചന വന്ന് തടയുന്നുണ്ട്. അവന്തികയുടെ കയ്യിൽ കയറി പിടിക്കുന്നു. ഈ കാറും നെല്ലിശ്ശേരിയിലെ പണം കൊണ്ട് വാങ്ങിച്ചതാണ്, നീ നടന്നു പോയാൽ മതി എന്ന് അർച്ചന പറയുമ്പോൾ ഇപ്പോൾ അർച്ചനയെ അടിക്കാൻ തുടങ്ങുകയാണ് അവന്തിക. ഉടനെ തന്നെ അർച്ചന ആ കൈ തടയുന്നു. കയ്യാങ്കളിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന് പോലീസ് പറയുമ്പോൾ സാറ് ബലം പ്രയോഗിക്കേണ്ട, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അർച്ചന അവന്തികയുടെ കയ്യിൽ പിടിച്ച് ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് തള്ളുകയാണ്. ഉടനെ തന്നെ അവന്തിക വീഴാൻ പോകുമ്പോൾ മൂർത്തി പുറകെ ചെന്ന് പെട്ടെന്ന് അവന്തികയെ പിടിക്കുന്നുണ്ട്. ഇത് അർച്ചന നിനക്ക് തരുന്ന വിധിയാണ് എന്ന് അർച്ചന പറയുന്നു. എന്നുള്ള പകയും വൈരാഗ്യവും മുത്ത് നീ ഇങ്ങനെ ഇവിടെ നടക്കും, ഒടുവിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ എവിടെയെങ്കിലും വീണ് മരിക്കും, അർച്ചനയുടെ മുന്നിൽ ജയിക്കാൻ നിനക്ക് നീ ജന്മം കഴിയില്ല എന്നും അർച്ചന പറയുന്നു. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അവന്തിക ഇപ്പോൾ ഇത് കണ്ട് പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അത് തന്നെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. വളരെ ടെൻഷനോടെ തന്നെ ഇരിക്കുകയാണ് അവന്തിക. ശേഷം ആതിരയാണ് കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആതിര അവിടെ ഒരു കലണ്ടറിൽ ഡേറ്റ് നോക്കുന്നുണ്ട്.
അന്നേ ദിവസം കനകാംബരൻ ഒരു ഹോട്ടൽ റൂമിൽ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയിട്ടില്ലെങ്കിൽ വീഡിയോസും ഫോട്ടോസും എല്ലാം എല്ലാവരെയും കാണിക്കും, സോഷ്യൽ മീഡിയയിൽ ഇടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതെല്ലാം ആലോചിച്ച് വളരെയധികം ടെൻഷനോടെ ഇരിക്കുകയാണ് ആതിര. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ആതിര ഇപ്പോൾ ആരെയോ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സച്ചി കുറച്ച് പച്ചക്കറികളും ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആതിര എവിടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവൾ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണെന്ന് കമല പറയുന്നു. അതിനിന്ന് ഞായറാഴ്ചയല്ലേ എന്ന് സച്ചി ചോദിക്കുന്നു. ഇന്നെന്തോ അത്യാവശ്യ ജോലിയുണ്ടെന്നാണ് പറഞ്ഞത്, അതിനവൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് കമല പറയുന്നു. ശരി, എങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ആ കറി അവളുമാർ കൂളമാക്കും എന്നൊക്കെ സച്ചി പറഞ്ഞ് അവിടേക്ക് പോവുകയാണ്. ആതിരയാണെങ്കിൽ റെഡി ആയതിനു ശേഷം വളരെയധികം ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്നു. ഓരോന്നും ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലമാര തുറന്ന് അതിൽ നിന്നും ഒരു കുപ്പി എടുക്കുന്നു. മാനം വിറ്റ് ഞാൻ ജീവിക്കില്ല, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ആ വൃത്തികെട്ട കനകാംബരൻ, ആരെങ്കിലും ഒരാളെ ജീവനോടെ ഉണ്ടാകൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ ബോട്ടിലെടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ് ആതിര. ഇതേ സമയം തന്നെ അർച്ചനയും കാണിക്കുന്നു. അർച്ചന ഇപ്പോൾ പുറത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ബാഗിലേക്ക് ആ പർദ്ദയും എടുത്ത് വയ്ക്കുന്നു. ശേഷം വീണ്ടും കമലയും സ്നേഹയും അനഘയും ഒക്കെയാണ് കാണിക്കുന്നത്. അവർ ഓരോ കറിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചിയും ഇപ്പോൾ അവിടേക്ക് വരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് പച്ചക്കറികളും ഒക്കെ അരിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം അമ്മുവും അവിടേക്ക് വരുന്നുണ്ട്. അമ്മുക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തരണമെന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഇപ്പോൾ ആതിര അവിടേക്ക് റെഡിയായി വന്നിരിക്കുന്നത്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ, വാ എന്ന് പറഞ്ഞ് കമല വിളിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് വിശപ്പില്ല, ഞാൻ പോവുകയാണെന്ന് ആതിര പറയുന്നു. ഓ, ഇന്ന് സ്പെഷ്യൽ ഡ്യൂട്ടി അല്ലേ, അതുകൊണ്ട് മുതലാളി വാങ്ങിച്ച് കൊടുക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സ്നേഹ കളിയാക്കി പറയുന്നുണ്ട്. ഊണിന് മുന്നേ നീ തിരിച്ചു വരുമോ, ഊണിന് നീ കാണുമോ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് ആതിര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തിരിച്ചു വരുമോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല, ചിലപ്പോൾ എൻ്റെ ശവം മാത്രമായിരിക്കും ഇവിടേക്ക് തിരിച്ചു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ആതിര മനസ്സിൽ വിചാരിക്കുന്നു. ചോദിച്ചത് കേട്ടില്ല, ഉണ്ണാൻ വരുമോ എന്നിങ്ങനെ കമല ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് ആതിര പറയുന്നു. ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഒരു ഓട്ടോ വിളിച്ച് ബസ്സിന് പോയിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അമ്മുക്കുട്ടി ആതിരയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ആതിര ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ശേഷം കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചനയും ഇപ്പോൾ ധൃതി പിടിച്ച് പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഗോകുൽ ഇത് കാണുന്നു. സമൃദ്ധ, താനിത് എങ്ങോട്ട് പോകുന്നു എന്ന് ഗോകുൽ ചോദിക്കുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന കാര്യമൊന്നും താനോട് പറഞ്ഞില്ലല്ലോ, എന്താ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണോ എന്നും ഗോകുൽ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്നിങ്ങനെ അർച്ചന പറയുന്നു. അർച്ചന കള്ളമാണ് പറയുന്നത്. അതിനെന്താ, ഞാനത് വാങ്ങിക്കൊണ്ട് വരാമല്ലോ, താനത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ഗോകുൽ ചോദിക്കുന്നുണ്ട്. അതല്ല, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് എന്നിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് അർച്ചന. ഇതേ സമയം ഇപ്പോൾ ശോഭന അവിടേക്ക് വരുന്നുണ്ട്. ശോഭന പറയുന്നുണ്ട്, നിൻ്റെ മുറിയിൽ അവൾക്ക് വേണ്ടിയെന്നും പറഞ്ഞ് കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതാണെങ്കിൽ പൊട്ടിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ ശോഭന ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന പറയുന്നുണ്ട്, അതൊക്കെ വേറെ സാധനങ്ങളാണമ്മേ, അവൾ ഇന്ന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് മതി, അത് കാരണം ഓരോ സാധനങ്ങൾ ഞാൻ നോക്കിയാണ് എടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണിപ്പോൾ അർച്ചന. ഉടനെ ശോഭന പറയുന്നുണ്ട്, അതിനെന്താ, മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഗൂഗിൾ കൂടെ വരുമല്ലോ, ഗൂഗിളും അങ്ങോട്ടേക്കല്ലേ, മോൾ ഗൂഗിളിൻ്റെ കൂടെ പോയാൽ മതി, അവൻ ഇപ്പോൾ തന്നെ ഇറങ്ങുമല്ലോ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ, ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുമെന്നൊക്കെ ശോഭന പറയുന്നുണ്ട്. വേണ്ട, അത് ഗൂഗിളിന് ബുദ്ധിമുട്ടാകും, ഗൂഗിളിന് തിരക്കുള്ളതല്ലേ എന്നൊക്കെ അർച്ചന പറയുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം, അല്ല അങ്ങനെ തന്നെ പോയാൽ മതി എന്ന് ഗൂഗിൾ പറയുന്നു. ഗൂഗിളിന് ഓഫീസിൽ നല്ല തിരക്കില്ലേ, എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം. ഗൂഗിൾ, രണ്ടും 2 റൂട്ടിലേക്കല്ലേ, ഞാൻ പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് തന്നെ പോയിക്കോളാം എന്ന് വീണ്ടും അർച്ചന പറയുന്നുണ്ട്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, വേണ്ട, എനിക്കെന്തായാലും ഇന്നങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ താനുമായി പോയി സാധനങ്ങളൊക്കെ വാങ്ങി തന്നെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകുന്നുള്ളൂ, ഈ വെയിലത്തിന് താൻ ഓട്ടോയൊന്നും പിടിച്ച് പോകണ്ട എന്നൊക്കെ പറയുന്നത് കേട്ട് വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അർച്ചന. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, ഈ ഗൂഗിൾ എന്നെ വിടുന്ന മട്ടില്ലല്ലോ, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുന്നു. താൻ എന്ത് ആലോചിക്കുന്നത്, താൻ കയറ് എന്ന് ഗൂഗിൾ പറയുന്നു. ശോഭന ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് ഇതേ സമയം തന്നെ ഇപ്പോൾ ആതിര ഒരു ഓട്ടോറിക്ഷയിൽ ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്ന് റൂം നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. ആ റൂമിലേക്ക് ഇപ്പോൾ ചെന്നിരിക്കുകയാണ് ആതിരയ്ക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ കനകാംബരൻ ആ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ ആതിരയെ നോക്കി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം.